ഹായ് കൂട്ടുകാരെ, ഇത് നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ രാത്രി ഡിന്നറിനായാലും അതിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് നമുക്ക് ഉഴുന്നോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും വേണ്ട. ഞാനിവിടെ 1 കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകി വെള്ളത്തിലിട്ടിട്ട് ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയതാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെള്ളം വാർത്തെടുത്തിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ ചിരകി വെച്ചിട്ടുള്ള 1/2 കപ്പ് നാളികേരം ചിരകിയത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരം ഈ ഒരു പലഹാരത്തിന് നല്ല ഒരു വെള്ള കളർ കിട്ടാനായിട്ട് ആ നാളികേരത്തിൻ്റെ ബാക്കിലുള്ള ബ്ലാക്ക് ഭാഗമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്, ചിരകിടാനായിട്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തം നമ്മൾ 1 കപ്പാണ്. അപ്പോൾ അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മാത്രമാണ് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ അരിയൊക്കെ അരഞ്ഞു കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സ്മൂത്താണ്, അത്യാവശ്യം കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ദോശയ്ക്ക് കട്ടിയുടെ ആവശ്യമില്ല. ഭയങ്കരമായിട്ട് ലൂസായിട്ടുള്ള വെള്ളം പോലെ വേണം ഈ ഒരു ബാറ്റർ ഇരിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചുറ്റിച്ചതിന് ശേഷം അതിൽ നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിക്കുന്നുണ്ട്. കൂടാതെ 1 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും കുറച്ച് വെള്ളത്തിന് കട്ടി കുറച്ച് തോന്നിയതുകൊണ്ട് ഞാനൊരു 3/4 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല വെള്ളം പോലെയാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം, ഇത്രയും വെള്ളം പോലെ വേണം നമ്മുടെ ബാറ്റർ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം നന്നായി ബാറ്റർ ഇളക്കിയിട്ട് ഇതുപോലെ ഒരു കപ്പിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിലോ കുറച്ച് ബാറ്റർ എടുത്ത് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ വെച്ചിട്ട് ആ പാനൊന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ആ ഹൈ ഫ്ലെയിമിൽ തീ വെച്ചത് കൊണ്ട് തന്നെ നിറച്ചിങ്ങനെ ഹോൾസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദോശ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. നന്നായിട്ട് ഇങ്ങനെ ഫെർമെൻറ്റേഷനൊക്കെ ചെയ്തിട്ടുള്ള ബാറ്റർ പോലെയാണ്, നല്ല ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇത് ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട്, എങ്കിൽ മാത്രമാണ് ഇതുപോലെ നിറച്ച് ഹോൾസൊക്കെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് നൈസായിട്ട് പരത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിടാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് കുക്കായി വരുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ചെറുതായിട്ട് വിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ 4ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. വളരെ തിന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിടാനും മറിച്ചിടാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നത്. പിന്നെ തിന്നായതുകൊണ്ട് തന്നെ മുകൾ ഭാഗമൊക്കെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ നീർദോശ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഈ ഒരു നീർദോശ ഫെർമെൻറ്റേഷൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് നോൺ വെജ് കറികളോ അല്ലെങ്കിൽ നമുക്ക് മുട്ട റോസ്റ്റോ, ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നാളികേരപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.